ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്നാക്കായിട്ട് തന്നെയാണ്. ഇത് ഞാൻ ഇന്നലെ മിയ കിച്ചണിലെ ചാനലിൽ കണ്ടതാണ്. അപ്പം അതേപോലെ ഒന്നല്ല, ഞാനൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയത്. അവർ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, ഞാൻ ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ കബാബൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റാണ്. എന്നാൽ കബാബല്ലേനും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്നൊരു ജ്യേഷ്ഠത്തിൻ്റെ മോളുടെ ഒരു സൽക്കാരമുണ്ട്. അപ്പോൾ ഞാൻ അത് മറന്നിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോൾ അത് അവിടേക്കും കൂടി കൊണ്ടുപോകാൻ കരുതിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊളിച്ചിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. അങ്ങനെ പൊളിച്ച് പുഴുങ്ങുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉള്ളൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ അതേപോലെ ഇങ്ങനെ പെട്ടെന്ന് തോലി അടർത്തിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഒന്ന് തൊലി പൊളിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 സവാളയും ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൊത്തിയരിയണം. എത്രയും ചെറുതാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും ചെറുതാക്കണം. ഇതൊന്ന് വഴറ്റിയിട്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്താൽ നമുക്ക് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ ഇട്ട് കൊടുക്കണില്ല. നല്ലോണം ഒന്ന് വഴന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് ആ വെളുത്തുള്ളി അതിൽ അടി പിടിക്കും. അപ്പോൾ ഞാൻ ഒരു ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ക്യാപ്സിക്കം ഇതിൽ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അതിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ അതിലേക്ക് ഒരുപാട് മകളൊന്നും ചേർക്കണില്ല. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിൻ്റെയും പേസ്റ്റാണ് ചേർത്തത്. ലാസ്റ്റാണ് ചേർത്തത്. ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കി വെക്കാം. അപ്പോൾ വഴറ്റാനുള്ളത് ഇവിടെ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ കിഴങ്ങൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം കഷ്ണങ്ങളില്ലാതെ ഇതേപോലെ ഉടച്ചെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് ബീഫാണ്, ഇറച്ചി. ഇനി നിങ്ങൾക്ക് ചിക്കൻ ചേർത്താലും ഇതുണ്ടാക്കാം. അപ്പോൾ ഞാൻ ബീഫ് ആദ്യം തന്നെ ഇവിടെ വേവിച്ചെടുത്തിന്. അപ്പോൾ അത് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ നമ്മൾ വഴറ്റി വെച്ച മസാല ഒന്നുകൊണ്ട് കറക്കിയെടുക്കണം മിക്സിയിൽ കേട്ടോ. ഒരുപാട് കറക്കി കണ്ടത് പേസ്റ്റ് ആക്കരുത്. ഒന്നുകൊണ്ട് പതുക്കെ ഒന്ന് കിറന്നറിഞ്ഞെടുത്താൽ മതി. അത് ഈ കിഴങ്ങ് ഉടച്ച് വെച്ചേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മിക്സി തന്നെ നമ്മൾ ഇറച്ചി അതൊന്ന് അതിൽ കറക്കിയെടുക്കണം. എന്നാൽ പിന്നെ അതിൽ ആ മസാലയൊക്കെ ആ ഒരു ഇറച്ചിയിൽ തന്നെ പിടിച്ചോളും. അപ്പോൾ അതിൽ തന്നെ ആ ബീഫ് കറക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇറച്ചി കറക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ നല്ലോണം പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഉരുട്ടിയെടുക്കാറില്ല. അപ്പോൾ നന്നായിട്ട് അത് പൊടിഞ്ഞ് തന്നെ കിട്ടണം. അപ്പം ഒന്ന് നല്ലോണം ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലിട്ടിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ ഗരം മസാലേൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ചേർത്തിട്ട് എല്ലാം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ച് എടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കുഴക്കണം കേട്ടോ. സ്പൂൺ വെച്ചിട്ടായാലും എല്ലാ ഭാഗത്തേക്കും ആവില്ല. അപ്പോൾ ഞാൻ ഗരം മസാലയും കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടോ. ഇനി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇറച്ചിയും കിഴങ്ങും മസാലകളൊക്കെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഞാൻ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഈ അരിപ്പൊടി ഞാനൊരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് അധിക അളവ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അല്ല കുറച്ചാണെങ്കിൽ 2 സ്പൂണൊക്കെ എടുത്താൽ മതി. ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ആ മിക്സി ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് അതിൻ്റെ മസാലകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ മിക്സിയിൽ ചുഴറ്റിയിട്ട് തന്നെ ആ വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം.
അപ്പോൾ അങ്ങനെ എല്ലാ കൂട്ടും ഇതിലിട്ടിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉരുളകളാക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ കയ്യിൽ കുഴച്ച പാടുണ്ടെങ്കിൽ അതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കൈ ഒട്ടും. അപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ട് അതേപോലെ ഒന്ന് ഉരുളകളാക്കി എടുക്കുകയാണ്. ഒരുപാട് വലുപ്പത്തിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്, ഇങ്ങനെ നമ്മൾ ഈ ഉന്നക്കായിൻ്റെയൊക്കെ ആ ഷേപ്പിൽ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതേപോലെ ഇങ്ങനെ കുറച്ചൊന്ന് നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ചെറുതും വലുതൊക്കെ ആക്കാം. അപ്പം എല്ലാ മസാലകളും ഈ ഒരു ഷേപ്പിൽ നമുക്ക് അത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരണം. ഇത് ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ തിരിച്ച് മറിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര എണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പം അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു അല്പം കരിവേപ്പില ഒന്ന് മുന്നേ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാ പീസും ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുത്ത് ഒരു ഭാഗം പൊരിഞ്ഞിട്ട് അങ്ങനെ മറിച്ചിട്ടിട്ട് എല്ലാം ഇതിൽ പൊരിച്ചെടുക്കാം. റംസാനാകുമ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർക്കെന്നും ഇങ്ങനെ എന്തെങ്കിലും പൊരികൾ വേണം. അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ള തന്നെയാണ്, എരിവും പുളിയൊക്കെ ഉള്ള ഒരു തന്നെയാണ്. നോമ്പാകുമ്പോൾ എരിവും അങ്ങനത്തെ സ്നാക്കാണ് അധികം ഇഷ്ടം, മധുരത്തിനോട് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ ഇതിൽ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാം ഇതേപോലെ അങ്ങനെ പൊരിച്ചെടുക്കുക. ഇതൊരു ഭാഗമായിട്ട് പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിൽ വേറെ പച്ചക്കറികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടും, പച്ചക്കറി കഴിക്കാത്ത മക്കൾക്കും ഇതിൽ പച്ചക്കറിയൊക്കെ ചേർത്തിട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കട്ടോ. അപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്, ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കട്ട്ലറ്റിന് മാവ് കൂട്ടും പോലെ തന്നെയാണ് ഈ ഒരു ഇതും എടുക്കേണ്ടത്. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് മുരിഞ്ഞ് വരുമ്പം നമ്മൾ വറുത്ത് കോരാം. അപ്പോൾ എല്ലാം ഒന്നായിട്ടുണ്ട്. നമുക്ക് ഇത് കോരിയെടുക്കാം. ഇത് പുറം ഭാഗം ഇങ്ങനെ മുരിഞ്ഞ് ആണ് നിൽക്കുക, പക്ഷേ ഉള്ളിൽ നമ്മൾ സോഫ്റ്റായിട്ട് തന്നെയാണ് കിടക്കുക. അപ്പോൾ എല്ലാതും ഞാൻ പൊരിച്ച് പാത്രത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. പുതിയാപ്പിള സൽക്കാരത്തിനൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. സോസൊക്കെ കൂട്ടി കഴിക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം ഉള്ളു നല്ല സോഫ്റ്റാണ് കേട്ടോ. പുറം ഭാഗം ഇങ്ങനെ ഇതേപോലെ മുരിഞ്ഞിരിക്കും, പക്ഷേ ഉള്ളു നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.